യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കാരണം നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതെ, ഞാനിപ്പോ അങ്ങനെയൊന്നും ഓർക്കില്ല. കാരണം അവര് പോകുന്ന നിനക്ക് സന്തോഷമാ. അതുകൊണ്ടാണ് നീ മറ്റൊന്നും ശ്രദ്ധിക്കാത്തത്. അതേസമയം നിന്റെ അച്ഛനോ അനിയത്തിമാരോ ചേച്ചിയോ ആരെങ്കിലാണ് ഇറങ്ങി പോയിരുന്നെങ്കിൽ നീ അവരെ പോകാൻ സമ്മതിക്കുമായിരുന്നോ? അവരെ വിടാതെ നീ തടഞ്ഞു നിർത്തില്ലേ? കരഞ്ഞ് കാല് പിടിച്ചെങ്കിലും പിടിച്ചു നിർത്തില്ലേ? ഒന്നും അല്ലെങ്കിൽ അവർ പോകുന്ന എവിടേക്കാണെന്നെങ്കിലും അറിയാൻ ശ്രമിക്കില്ലേ? ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം നിനക്ക് അതിന്റെ ആവശ്യമില്ല. എന്താ ഇന്ദ്രേട്ട ഇത്? ഇങ്ങനെയൊക്കെയാണോ അനുവടുത്തി പറയുന്നേ? ഇന്ദ്ര, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. നിന്റെ അമ്മയുടെ അനിയത്തിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാ. അവർക്ക് ദേഷ്യം വരുമ്പോ അവർക്ക് തോന്നുന്ന പോലെ ചെയ്യും. അതിനൊക്കെ പഴി കേൾക്കുന്നത് ഈ പാവം. ഇവള് ചോദിച്ചാൽ അവരാരും ഒന്നും പറയില്ലെന്ന് നിനക്കറിയാവുന്നതോ. പിന്നെ നീ എന്തിനാ ഈ അനുവിനെ കുറ്റപ്പെടുത്തുന്നത്? അവർക്ക് ആരോടെങ്കിലും പറയണമായിരുന്നെങ്കിൽ അത് നിന്നോടോ സത്യനോടോ വിളിച്ചു പറഞ്ഞിട്ട് പോകായിരുന്നല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ പോകായിരുന്നല്ലോ. അനു മാത്രം ഇവിടെ ഉള്ളപ്പോ അവര് പോയതിന്റെ ഉദ്ദേശം എന്താ? അതിന്റെ പേരിൽ നീ ഇവളെ വഴക്കു പറയുന്ന അവർക്കറിയാം. അതിനു വേണ്ടി തന്നെ ഇത് ചെയ്തത്. ആ കളി മനസ്സിലാക്കാൻ നിനക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലോ. നീ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? നിന്റെ അമ്മ നിന്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ എന്തൊക്കെ ചെയ്യുമെന്ന് നീ മനസ്സിലാക്കണോ ഇന്ദിര? ഈ സംസാരം ഇവിടെ നിർത്തിക്കോണം. ഇവിടെ നിന്നുകൊണ്ട് ഇനി മേലിൽ എന്റെ അമ്മയെ നിങ്ങൾ കുറ്റം പറയരുത്. അതിനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാത്ത നിങ്ങളെ ഈ വീട്ടിൽ കയറ്റി ഇത്രയും സ്വാതന്ത്ര്യം തന്നത് എന്റെ അമ്മയാ. ആ അമ്മയെ നിങ്ങൾ ഇവിടെ നിന്ന് കുറ്റം പറയുന്നത് ഇനി അത് കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഉള്ള കാര്യം പറഞ്ഞതിന് ഞാൻ ആരെയാ പേടിക്കേണ്ടത്? നിങ്ങൾ അങ്ങനെ ഒരു കാര്യവും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? മതി, ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. ഇനി മേലിലൂടെ കണ്ടുപോരുത്. ഇന്ദ്രേട്ടാ, മിണ്ടരുത് നീ. സന്തോഷമായി മോനെ, എനിക്ക് സന്തോഷമായി. എന്റെ സ്വന്തം മക്കളെക്കാൾ ഞാൻ സ്നേഹിച്ചത് നിങ്ങളെയാ. ആ സ്വാതന്ത്ര്യത്തിലാ ഞാൻ എപ്പോഴും ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. ആ എന്നോട് മുഖത്ത് നോക്കി ഇറങ്ങി പോവാൻ പറഞ്ഞ ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. മോളെയാനോ, ഞാൻ പോവാ. അയ്യോ, ഞാനുമ്പോ പോവല്ലേ ഇന്ദ്രേട്ടാ. വേണ്ട മോളെ, നീ പറഞ്ഞതാ ശരി. നിനക്കിനി ഇവിടെ ജീവിക്കേണ്ടതാ. ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ഞാനാ മണ്ടി. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലെടുത്ത് മായ്ച്ചാ പോവില്ലല്ലോ. അനുഭവിച്ചല്ലേ പറ്റൂ. നിന്നെ രക്ഷിക്കാൻ ഇനി ഈശ്വരന് മാത്രമേ കഴിയൂ മോളെ. ഭാനുമേ, പോവല്ലേ? വേണ്ട സത്യ, അവര് പോട്ടെ. ഇന്ദ്രേട്ടാ, ഭാനുമ്മയുടെ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. പാവം സങ്കടപ്പെട്ട് പോകുന്ന കണ്ടോ? പെറ്റമ്മയും പെങ്ങളെ എവിടെയാന്ന് പോലും അറിയാതെ നിൽക്കുക. അവരിതിനേക്കാളും വേദനിച്ചാവും ഈ പടി ഇറങ്ങി പോയത്. അതിനേക്കാളും അപ്പുറമൊന്നും അല്ലല്ലോ ഇത്. എടാ പോട്രാ. അങ്ങനല്ല ഏട്ടാ. വേണ്ട, നീ ഒന്നും പറയണ്ട. എല്ലാം ഒപ്പിച്ചിട്ടേ ദേ ഇവിടെ ഒരുത്തി പാവം പോലെ നിൽക്കുന്ന കണ്ടോ? ഞാൻ എന്ത് ചെയ്തിട്ടാ ഇന്ദ്രേട്ടൻ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ, അപ്പൊ നീ ഒന്നും ചെയ്തില്ല അല്ലേ? നിനക്ക് വേണ്ടി ഞാൻ നിന്റെ ചേച്ചിയോടും അനിയത്തിമാരോടും അവരുടെ ഭർത്താക്കന്മാരോടും ഒക്കെ മനസ്സില്ലാഞ്ഞിട്ടും ചിരിച്ചിടപഴകാൻ തുടങ്ങിയില്ലേ? നിന്റെ അനിയത്തിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാൻ എന്റെ അമ്മയോട് വരെ ഞാൻ നുണ പറഞ്ഞില്ലേ? ഇതെല്ലാം ഞാൻ ചെയ്തത് നിനക്ക് സന്തോഷമാവാനും നമ്മുടെ കുടുംബം സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാനും വേണ്ടിയാ. പക്ഷെ നീ
നിനക്ക് ഈ വീട്ടിലെ 2 പേരോട് പോലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ലേ? അവരെ നിനക്ക് ഇവിടുന്ന് ഒഴിവാക്കണമല്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഇന്ദ്രേട്ടാ. നിർത്തടി. ഇന്ദ്രേട്ടാ എന്താ ഈ കാണിക്കുന്നേ? മാറിക്കണോ? ഇന്ദ്രേട്ടാ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. മതി വിട്. എന്റെ അമ്മയും പെങ്ങളും ഇവിടെ തിരിച്ചെത്തിയില്ലെങ്കിൽ ശരിക്കും ഇവിടുന്ന് പുറത്താകാൻ പോകുന്നത് നീയാ. ഓതോ അച്ഛനവിടെ? അച്ഛനപ്പുറത്തുണ്ടോ? എന്താ? അച്ഛൻ ഇന്ന് എവിടെയെങ്കിലും പോയായിരുന്നോ? അതോ ഇവിടെ ഇരുന്ന് തന്നെ എല്ലാരും വിളിച്ച് പറയായിരുന്നോ? വിളിച്ചു പറയാനോ? എന്തു? എന്റെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. ഇവിടെ നടന്നതൊക്കെ രഘുവിന്റെ കാതിലെത്തിച്ചത് നിന്റെ കൂടെ അറിവോടെയാണെന്ന് എനിക്കറിയാം. എന്താ വിനയ വന്ന് കയറി ഉടനെ നീ തുടങ്ങിയോ? എല്ലാം തുടങ്ങി വെക്കുന്നത് നിങ്ങളല്ലേ. സ്വന്തം മകനെ കണ്ടവരെ കൊണ്ട് തല്ലുകൊള്ളിക്കണമെന്ന് നിങ്ങൾക്ക് വല്ല നേർച്ചയുണ്ടോ? എടാ തല്ലുകൊള്ളി തരം കാണിച്ചാൽ തല്ലുകൊള്ളും. അതിന് ഞാൻ ആർക്കും നേരത്തെ നേരേണ്ട കാര്യമൊന്നുമില്ല. രഘുവേട്ടൻ എന്തിനാ നിങ്ങളെ തല്ലിയേ? ഒരു കാരണമല്ലാതെ നിങ്ങളെ തൊടാൻ രഘുവേട്ടൻ എന്താ അധികാരം? നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ? നേരിട്ട് വിളിച്ച് ചോദിക്കണേ. എങ്ങനെ ചോദിക്കും? നിന്റെ അച്ഛനെ ഞാൻ ഇവിടെ വെച്ച് അപമാനിക്കുകയും പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തെന്ന് അവനെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ? അതേടാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു പറയേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങളത് പറഞ്ഞില്ല. എടാ സഹിക്കാൻ പറ്റാതായപ്പോ ആനന്ദമാഷന്റെ മരുമനോടെല്ലാം തുറന്നു പറഞ്ഞു കാണും. അല്ലച്ചാ, അച്ഛൻ ഒരിക്കലും ഇതൊന്നും രഘുവേട്ടനെ അറിയിക്കില്ല. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ഇന്ന് അച്ഛന് വീണ്ടും ഇവിടെ വെച്ചൊരു അപമാനം കൂടി ഉണ്ടാവില്ലായിരുന്നു. നിന്റെ അച്ഛനെന്താ ഞാനോട് അപമാനിച്ചത്? ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം മാത്രമാണ് നിന്റെ അച്ഛനോട് പറഞ്ഞത്. അപമാനിച്ചത് ആ സ്ത്രീയാ, സുശീല. എന്റെ ശത്രുക്കൾ എന്റെ വീട്ടിൽ വന്ന് എന്നെ വരട്ടാൻ നോക്കിയാ ഞാൻ വെറുതെ വിടില്ല. അതിനിടയിൽ എന്നെ തടയാൻ വന്നപ്പോഴാ നിന്റെ അച്ഛനെ ഞാൻ പിടിച്ച് തള്ളിയത്. ഒരുത്തൻ എന്നെ ഒറ്റ കൊടുക്കുമ്പോ ആ കാര്യം കൂടി വിളിച്ചു പറയണമായിരുന്നു. ഇവിടെ നിന്ന് ആരും ഒറ്റ കൊടുത്തിട്ടില്ല. ചിലപ്പോ നിങ്ങളോടുള്ള ദേഷ്യത്തിനെ സുശീലാന്റി രഘുവേട്ടനെ ഇളക്കി വിട്ടതായിരിക്കും. ആരിളക്കി വിട്ടതായാലും ആ മൂരിയെ ഞാൻ തളച്ചിട്ടുണ്ട്. അതിനുള്ള ചില വിദ്യകളൊക്കെ എന്റെ പക്കലുണ്ട്. അത് നിനക്കറിയാലോ. നിന്നെ കുറിച്ച് അന്വേഷിക്കാൻ നിന്റെ അച്ഛൻ വന്നാലും അച്ഛന് വേണ്ടി ചോദിക്കാൻ രഘുവേട്ടൻ എന്റെ അടുത്തേക്ക് വരില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്.